പശ്ചിമേഷ്യയെ ചാരമാക്കിക്കൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിൽ ആരംഭിച്ച ആ വൻ യുദ്ധത്തിന്റെ സമഗ്രമായിട്ടുള്ള ഒരു അവലോകനം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് ഇരു രാജ്യങ്ങൾക്കുമുണ്ടായ നാശനഷ്ടങ്ങളും നേട്ടങ്ങളും തന്നെയാണ്. തുടക്കത്തിൽ ഒരു നാവിക ഉപരോധത്തിൽ ഒതുങ്ങുമെന്ന് കരുതിയ സംഘർഷം എങ്ങനെയാണ് ഇരു രാജ്യങ്ങളുടെയും സർവനാശത്തിലേക്ക് വഴിമാറിയത് എന്ന് അന്താരാഷ്ട്ര സമൂഹം ഞെട്ടലോടെയാണ് നോക്കിക്കാണുന്നത്. ഇരുപക്ഷത്തെയും പ്രമുഖ സൈനിക താവളങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും തകർത്തുകൊണ്ട് നടന്ന ഈ ഒരു യുദ്ധത്തിന്റെ ഘട്ടങ്ങൾ ഓരോന്നോരോന്നായിട്ട് പുറത്തു വരുമ്പോൾ പശ്ചിമേഷ്യയും ഭീതിപ്പെടുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പ്രധാന തുറമുഖങ്ങൾക്ക് മേൽ കടുത്ത നാവിക ഉപരോധം പ്രഖ്യാപിച്ചതോടെയാണ് ഈ ഒരു യുദ്ധത്തിന്റെ ഒന്നാം ഘട്ടത്തിന് തുടക്കമിടുന്നത്. ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല യുദ്ധം, മറ്റൊരു രീതിയിലായിരുന്നു. കാരണം ഫെബ്രുവരി 28-ന് എപ്പിക് ഫ്യൂറി എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും കൂടിയാണ് യുദ്ധത്തിന് തുടക്കമിട്ടത്. അതിൽ വെടിനിർത്തൽ കരാറുകളൊക്കെ വന്നു. ഇറാന്റെ പരമോന്നത നേതാവ് മരണപ്പെട്ടു. അവസാനം ആ ഒരു കരാറിലൊക്കെ നിൽക്കുമ്പോഴാണ് വീണ്ടും ഒരു രണ്ടാം ഘട്ട യുദ്ധത്തിൽ, അതായത് ഒരു ഭീമമായിട്ടുള്ള യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായിട്ട് തടയാനും അവരെ സാമ്പത്തികമായിട്ട് തകർക്കാനുമായിരുന്നു അമേരിക്കയുടെ നീക്കം. ഇതിന് മറുപടിയായിട്ട് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണപ്പാതയായിട്ടുള്ള ഹോർമുസ് കടലിടുക്ക് തങ്ങൾ പൂർണ്ണമായിട്ട് അടയ്ക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ തീരദേശ പ്രതിരോധം ശക്തമാക്കി. പ്രതിരോധം ലംഘിക്കാൻ ഇറാൻ തങ്ങളുടെ ഷാഡോ ഫ്ലീറ്റ് ഉപയോഗിച്ച് റഡാറുകൾ ഓഫ് ചെയ്ത് രഹസ്യമായിട്ട് എണ്ണക്കടത്ത് ആരംഭിച്ചതാണ് അമേരിക്കയെ ചൊടിപ്പിച്ചത്. ഇത് തടയാൻ ഒമാൻ ഉൾക്കടലിൽ US യുദ്ധക്കപ്പലുകൾ ഇറാന്റെ എണ്ണക്കപ്പലുകൾക്ക് നേരെ അടിയന്തരമായിട്ട് ബലം പ്രയോഗിക്കാൻ തുടങ്ങി. അതായത് ആക്രമണം തുടരാൻ തുടങ്ങി. ഈ സമുദ്ര സംഘർഷം മിനിറ്റുകൾക്കകം ഒരു പൂർണ്ണമായ സൈനിക ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുകയും ഇരുപക്ഷവും പരസ്പരം മിസൈലുകൾ വിക്ഷേപിക്കാൻ ഉത്തരവിടുകയും ചെയ്തു. യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അമേരിക്ക തങ്ങളുടെ 1000-ലധികം ടോമോഹോക്ക് ഗൈഡ് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാന്റെ പ്രധാന നഗരങ്ങളിലെ സൈനിക താവളങ്ങൾക്ക് നേരെ കനത്ത വ്യോമാക്രമണം അഴിച്ചുവിട്ടു. ദക്ഷിണ ഇറാനിലെ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങളും ഭൂഗർഭ വിക്ഷേപണ തറകളും തകർക്കുകയായിരുന്നു പെന്റഗണിന്റെ ലക്ഷ്യം. ഈ മാരകമായിട്ടുള്ള ബോംബാക്രമണത്തിൽ ഇറാന്റെ പ്രമുഖ വ്യോമ പ്രതിരോധ റഡാറുകൾ പൂർണ്ണമായും നിഷ്പ്രഭമാക്കപ്പെട്ടു. അമേരിക്കയുടെ ഈ ഒരു കനത്ത പ്രഹരത്തിൽ ഇറാന്റെ ഭാഗത്ത് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളാണ് ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തിയത്. IRGCയുടെ 12-ലധികം മുതിർന്ന കമാൻഡർമാരും 80-ലധികം സാങ്കേതിക വിദഗ്ധരും താവളങ്ങൾക്കുള്ളിൽ തന്നെ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വന്നു. കൂടാതെ രാജ്യത്തെ 2 പ്രധാന വൈദ്യുത നിലയങ്ങളും ഖാർക്ക് ദ്വീപിലെ എണ്ണ ടെർമിനലുകളും തകർന്നതോടെ ഇറാന്റെ പകുതിയിലധികം ഭാഗങ്ങളും പൂർണ്ണമായിട്ടും ഇരുട്ടിലായി. എന്നാൽ ഈ തകർച്ചയിൽ നിന്നും അതിവേഗം തിരിച്ചടിച്ച ഇറാൻ തങ്ങളുടെ അത്യാധുനിക സോളിഡ് ഫ്യൂവൽ ബാലസ്റ്റിക് മിസൈലുകളായ ഖൈബർ ഷെഖാൻ, സോൾഫക്കർ എന്നിവ ഒന്നിനു പുറകെ ഒന്നായി അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ വിക്ഷേപിച്ചു. ഖത്തറിലെ ഏറ്റവും വലിയ US സൈനിക കേന്ദ്രമായ അൽ ഉദൈദ് എയർബേസിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ പ്രധാന ആക്രമണം. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ഈ മിസൈലുകൾ താവളത്തിനുള്ളിൽ നേരിട്ട് പതിക്കുകയായിരുന്നു. ഈ മിസൈൽ കൊടുങ്കാറ്റിൽ അൽ ഉദൈദ് താവളത്തിലെ വിമാന ഹങ്കറുകൾക്കുള്ളിൽ പാർക്ക് ചെയ്തിരുന്ന അമേരിക്കയുടെ 5 F-35 യുദ്ധവിമാനങ്ങളും കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന B-52 ബോംബർ വിമാനങ്ങളും പൂർണ്ണമായിട്ടും കരിഞ്ഞുപോയി. പെന്റഗൺ സ്ഥിരീകരിച്ച കണക്കുകൾ പ്രകാരം ഇവിടെ മാത്രം 32 US സൈനികർ കൊല്ലപ്പെടുകയും 100-ലധികം പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തു. റൺവേ തകർന്നതോടെ ഇവിടുത്തെ വ്യോമ നീക്കങ്ങൾ പൂർണ്ണമായിട്ടും നിശ്ചലമായി. തൊട്ടടുത്ത ദിവസങ്ങളിൽ ബഹ്റിനിലെ US 5th ഫ്ലീറ്റ് നാവിക ആസ്ഥാനത്തിന് നേരെ ഇറാൻ തങ്ങളുടെ തദ്ദേശീയ ആത്മഹത്യാ ഡ്രോണുകൾ ഉപയോഗിച്ച് അടുത്ത ആക്രമണം നടത്തി. ഈ നീക്കത്തിൽ അമേരിക്കയുടെ 2 പ്രമുഖ ഗൈഡ് മിസൈൽ ഡിസ്ട്രോയർ കപ്പലുകൾക്ക് കനത്ത കേടുപാടുകൾ സംഭവിക്കുകയും നാവിക താവളത്തിലെ ഇന്ധന സംഭരണശാലകൾ പൂർണ്ണമായിട്ട് കത്തി നശിക്കുകയും ചെയ്തു. ഇത് മേഖലയിലെ അമേരിക്കയുടെ നാവിക മേധാവിത്വത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിട്ട് മാറി. കുവൈറ്റിലെയും ജോർദാനിലെയും US ക്യാമ്പുകൾക്ക് നേരെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ നടത്തിയ റോക്കറ്റ് ആക്രമണങ്ങളിൽ 20-ലധികം സൈനിക ബാരക്കുകൾ കൂടി തകർക്കപ്പെട്ടതോടെ അമേരിക്കയുടെ നാശനഷ്ടം ഇരട്ടിയായി. USന്റെ പാട്രിയോട്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ ഒരേ സമയം 100 കണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ച് അന്തമാക്കാൻ കഴിഞ്ഞതാണ് ഇറാനിയൻ സഖ്യത്തിന് ഈ ഒരു യുദ്ധത്തിൽ തന്ത്രപരമായിട്ടുള്ള വലിയ മേൽക്കൈ നൽകിയത്. ഈ യുദ്ധത്തിന്റെ ആകെ നാശനഷ്ടങ്ങൾ വിലയിരുത്തുമ്പോൾ ഇരുപക്ഷത്തിനും സൈനികമായും സാമ്പത്തികമായും നികത്താനാകാത്ത തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 20-ലധികം ഉന്നത സൈനികരുടെ ജീവനാണ് ഇരു രാജ്യങ്ങൾക്കുമായിട്ട് ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നഷ്ടപ്പെട്ടത്.
കോടിക്കണക്കിന് ഡോളറിന്റെ അത്യാധുനിക ആയുധങ്ങളും യുദ്ധക്കപ്പലുകളും സമുദ്രത്തിൽ ചാരമായി മാറിയത് വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളുടെയും സൈനിക ശേഷിയെ പിന്നോട്ടടിക്കും. ഈ യുദ്ധം ജേതാക്കളില്ലാത്ത ഒരു കൂട്ടക്കൊലയായിട്ട് മാറുകയാണെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. സ്വന്തം താവളങ്ങൾ തകർന്നതിന് പകരമായിട്ട് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ ഭരണസിരാ കേന്ദ്രങ്ങൾക്ക് നേരെ കൂടുതൽ മാരകമായിട്ടുള്ള വ്യോമാക്രമണത്തിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തന്നെ ഉത്തരവിട്ടു. നയതന്ത്ര ചർച്ചകളെയെല്ലാം പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചുകൊണ്ട് ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കാനാണ് അമേരിക്കയുടെ അടുത്ത ഭാവനീക്കം. വൈറ്റ് ഹൗസിന്റെ ഈ ഒരു കടുത്ത തീരുമാനം പശ്ചിമേഷ്യയിൽ ഇനിയും വലിയൊരു സ്ഫോടനാത്മക സാഹചര്യത്തിന് വഴി തുറക്കും. ഇറാന്റെ ഭാഗത്തു നിന്നും തങ്ങളുടെ എണ്ണ വിപണി തകർത്തതിന് പകരമായിട്ട് ഹോർമുസ് കടലിടുക്കിൽ അവശേഷിക്കുന്ന എല്ലാ അന്താരാഷ്ട്ര കപ്പലുകളെയും ലക്ഷ്യമിട്ട് കടൽ മാർഗമുള്ള വിനാശകരമായിട്ടുള്ള നീക്കങ്ങൾ തുടരാനാണ് IRGCയുടെ തീരുമാനം. കടലിടുക്ക് പൂർണ്ണമായിട്ടും മൈനുകൾ വിതറി അടച്ചുപൂട്ടുന്നതോടെ ആഗോള ഊർജ്ജ വിപണി പൂർണ്ണമായിട്ടും നിശ്ചലമാകും. തങ്ങൾ തകർന്നാലും അമേരിക്കയെയും സഖ്യകക്ഷികളെയും മേഖലയിൽ സമാധാനമായിട്ട് തുടരാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാന്റെ പരമോന്നത നേതൃത്വമുള്ളത്. ഈ ഒരു ഭീകരമായിട്ടുള്ള യുദ്ധാവലോകന വിവരങ്ങൾ പുറത്തു വന്നതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലേക്ക് കുതിച്ചുയർന്നു. ഇന്ധന വിതരണം പൂർണ്ണമായിട്ട് തടസ്സപ്പെടുമെന്ന ഭീതിയിൽ വികസിത രാജ്യങ്ങൾ ഉൾപ്പെടെ ആഗോള വിപണികൾ വൻ സാമ്പത്തിക തകർച്ചയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ വരും ആഴ്ചകളിൽ കനത്ത വിലക്കയറ്റത്തിനും വലിയ ഇന്ധനക്ഷാമത്തിനും ഈ ഒരു യുദ്ധം കാരണമാകുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ ബ്രിട്ടനും ഫ്രാൻസും തങ്ങളുടെ നാവികസേനയെ US സഹായിക്കാനായിട്ട് ഗൾഫ് മേഖലയിലേക്ക് അടിയന്തരമായിട്ട് നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതോടെ സംഘർഷം കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നതിനപ്പുറം ഒരു ആഗോള സഖ്യകക്ഷി യുദ്ധമായിട്ട് മാറാൻ സാധ്യതയേറി. യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ ഒരു പുതിയ സൈനിക നീക്കം പശ്ചിമേഷ്യയിലെ യുദ്ധത്തിന്റെ തീവ്രത ഇരട്ടിയാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതേ സമയം തന്നെ ഇറാന്റെ തന്ത്രപ്രധാന സഖ്യകക്ഷികളായിട്ടുള്ള റഷ്യയും ചൈനയും അമേരിക്കയുടെ കടുത്ത സൈനിക നടപടിയെ ശക്തമായിട്ട് അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനെ പൂർണ്ണമായിട്ടും തകർക്കാൻ അനുവദിക്കില്ല എന്നും ആവശ്യമായിട്ടുള്ള അത്യാധുനിക സൈനിക സാങ്കേതിക സഹായങ്ങൾ നൽകുമെന്നും റഷ്യ പ്രഖ്യാപിച്ചതോടെ ലോകശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ കരിനിഴലിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം കഴിയുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ യോഗങ്ങൾ പൂർണ്ണമായും പരാജയപ്പെട്ട അവസ്ഥയിലാണ്. ഗൾഫ് മേഖലയിലെ മറ്റ് അറബ് രാജ്യങ്ങളായിട്ടുള്ള സൗദി അറേബ്യയും UAEയും തങ്ങളുടെ വ്യോമാതിർത്തികൾ യുദ്ധത്തിനായിട്ട് ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഇറാന്റെ മിസൈലുകൾ തങ്ങളുടെ രാജ്യങ്ങളിലെ വലിയ എണ്ണപ്പാടങ്ങൾക്ക് നേരെ തിരിയാതിരിക്കാനുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കം കൂടിയാണിത്. എങ്കിലും തങ്ങളുടെ അയൽപ്പക്കത്ത് നടക്കുന്ന ഈ ഒരു വൻ വിനാശത്തിന്റെ കടുത്ത പ്രത്യാഘാതങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഴിയില്ല. ഏത് നിമിഷവും കൂടുതൽ മാരകമായിട്ടുള്ള ആയുധ ഭീഷണികളോ അപ്രതീക്ഷിത വ്യോമാക്രമണങ്ങളോ പുറത്തു വരാവുന്ന അതീവ നിർണായകമായിട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നു പോകുന്നത്. ഇരുഭാഗത്തു നിന്നുമുള്ള പുതിയ സൈനിക നീക്കങ്ങളും പ്രത്യാക്രമണങ്ങളും ആഗോള സുരക്ഷയെ എങ്ങനെ ബാധിക്കുമെന്നതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും പശ്ചിമേഷ്യയിലെ ഈ ഒരു വലിയ യുദ്ധ സാഹചര്യത്തിന്റെ അതിവേഗത്തിലുള്ള എല്ലാ രീതിയിലുള്ള ആക്രമണങ്ങളും ഇരു രാജ്യങ്ങളെയും നന്നായി തന്നെ ബാധിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. അടിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞ് ഇരു രാജ്യങ്ങളും ഏറ്റുമുട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തികവും സൈനികമായിട്ടുള്ള കാര്യങ്ങളിൽ വലിയ രീതിയിലുള്ള തകർച്ചയാണ് ഇരു രാജ്യങ്ങളും നേതാക്കളും നേരിടുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൽ ആര് വിജയിക്കും എന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് അവിടെ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തന്നെയാണ്.